അപ്പോഴേ നമ്മുടെ ഇവിടെയൊക്കെ നല്ല മഴയേ. അപ്പം ഞാൻ വിചാരിച്ചു ചായക്കൊന്നും നമുക്ക് കഴിക്കാനില്ല, അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്കിന് ദേവും കൂടെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. അതിന് പഞ്ചസാര നുള്ളിയെടുത്ത് തിന്നിട്ട് ദേവ് പറയുന്നതാണ് പഞ്ചസാര കഴിച്ചുകൂടാ, കഴിക്കരുതെന്നാണ് നിങ്ങളുടെയൊക്കെ പറയണം, അവൾക്ക് കഴിക്കാം. അങ്ങനെ 3 മുട്ടയിലോട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര എന്ന് പറഞ്ഞാൽ അരക്കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട്, പൊടിക്കാത്ത പഞ്ചസാരേനെ അതും കൂടെ ഇട്ട് നന്നായി അടിച്ചതിന് ശേഷം അതിലോട്ട് 1 കപ്പ് മൈദപ്പൊടി, 1 കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 250 1 കപ്പ് മൈദപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ പാൽപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1 നുള്ള് ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, 1 ഏത്തപ്പഴം, പിന്നെ കുറച്ച് പാലെന്ന് പറയുമ്പോൾ ഒരു 1/2 ഗ്ലാസ് പാലോളം എടുക്കാം നമുക്ക്. അതും കൂടെ എടുത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്നില്ലേ പാത്രം, അതിലോട്ട് നമ്മൾ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം എയർ ബൗൾസുകൾ പോകാൻ വേണ്ടി നമ്മളിതാ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലോട്ട് നമ്മൾ എന്ത് ചെയ്താൽ വെച്ച് കൊടുക്കുക. 25 മിനിറ്റ് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോഴേക്കും വെന്ത് കിട്ടും. മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്, കാരണം എൻ്റെ 25 എന്ന് പറഞ്ഞത് 30 മിനിറ്റോളം ഞാൻ വെച്ച് കേട്ടോ, ഓർമ്മിച്ചില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ ചായയൊക്കെ ഇടാൻ പോയിരുന്നു. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. തണുക്കുമ്പോൾ ഇതാ കണ്ട ഒട്ടലൊന്നുമില്ല. നമ്മളത് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊട്ടിയത് കൊണ്ടാണ് അത് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. നല്ല ഹാർട്ട് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശ്രീധുവിനൊക്കെ കേക്ക് കണ്ടാൽ പിന്നെ ഉടനെ അവർ ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് പറയും കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് കേക്ക് മുറിച്ചു. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബനാന കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഈ കേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ചായ ആയിട്ടുണ്ട്, ഞങ്ങൾ കഴിക്കാൻ പോവാണേ. അപ്പോൾ ശ്രീധു പറഞ്ഞ് തൊട്ടപ്പുറത്തുള്ള കൊച്ചു അവിടെ ഉണ്ട്, അപ്പം നമ്മൾ കൊച്ചേട്ടനും കൂടെ ഈ കേക്ക് കൊടുക്കാം. അപ്പോൾ കൊച്ചു ഞാൻ എന്ത് ഉണ്ടാക്കി കൊടുത്താലും അവൻ നല്ല അഭിപ്രായം പറയും കേട്ടോ. അതുകൊണ്ട് അവനും കൂടെ ഒരു കഷ്ണം കൊടുത്ത ഉടനെ അവൻ പറഞ്ഞു കേട്ടോ, നല്ലത് ചേച്ചി എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ 4 മണി വിഷയം.